റാപ്പ് മ്യൂസിക്കൽ യൂത്ത് ഐക്കനാണ് ഡബ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ വേടൻ അഭിവാദ്യം, അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്. വേടൻ തുടരും ഈ ആൾക്കൂട്ടത്തിൽ വീണ്ടും വേടന് അഭിവാദ്യം ചെയ്തുകൊണ്ട് വേടനെ കുറിച്ച് ഞാനിനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു റാപ്പറാണ് വേടൻ എന്ന് പറയുന്നത്. തൻ്റെ കവിതകൾ റാപ്പ് രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മക്കളിൽ പോലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുഞ്ഞു മക്കൾ മുതൽ വലിയ ആൾക്കാർ, വലിയ വയസ്സായ ആൾക്കാർക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ വരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അത്രയും വലിയ ഒരു റാപ്പർ തന്നെയാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി. അത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ആ ഒരു പ്രോഗ്രാം, അതായത് ഇത്രയും അറസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ശേഷം അതേ സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അതൊരു റിവെഞ്ച് മാതിരി വന്നിട്ട് ഇത്രയും 8000 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടും അതിന് പുറത്തു പോലും ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി അത്രയും സപ്പോർട്ട് വേടൻ വരുന്ന സമയത്ത് ആ ഒരു എൻട്രി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാണ്ട് നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുണ്ട്. അത് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പം ഈ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ജാസി ഗിഫ്റ്റ്, അതുപോലെ തന്നെ ടിനി ടോം, ഇവരൊക്കെ വെച്ചിട്ടൊരു ഇന്റർവ്യൂ. അതിൽ നമ്മുടെ വേടനെ പറ്റിയിട്ട് വളരെ, അതായത് എനിക്ക് എന്തോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തോന്നിയൊരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം NG ശ്രീകുമാർ വന്നിട്ടാകുമ്പോൾ എനിക്ക് വേടനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടുക്കുകയാണ് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് MG ശ്രീകുമാർ ഇനിയെങ്കിലും വേടനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പുതുതലമുറയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റാപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും വേടനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും തീരെ പിടിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം അവർക്ക്, അതായത് വേടനെ അറിയാത്ത ഒരാളൊന്നുമല്ല ജാസി ഗിഫ്റ്റ് ഒന്നും. കാരണം ഇവർ ഒരു വേദിയിൽ തന്നെ പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടിയവരാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരുമാണ്. പക്ഷെ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ഇന്റർവ്യൂവിലേക്ക് പോകാം. അതിൽ ജാസി ഗിഫ്റ്റ് വേടനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള പ്രതികരണം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നൊരു രീതി, അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എന്തായാലും അത് കണ്ടു വെക്കുക. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു യൂത്ത് ഐക്കണാണ് റാപ്പ് മ്യൂസിക്കൽ യൂത്ത് ഐക്കനാണ് ഡബ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന് ക്യാമറ ഒക്കെ മാറ്റി വെച്ചോ. അപ്പൊ ഇതിലിവർ പറയുന്നുണ്ട് ഇതാണ് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണ് ജാസിയേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ചളി അടിച്ച മാതിരി തോന്നി. അതുമാത്രമല്ല വേടനെയും ദബ്സീനെയും കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ഇവർക്ക് ഇത്ര പുച്ഛം? ഭയങ്കര പുച്ഛത്തോട് കൂടിയിട്ടാണ് അവർ, അതായത് ചായ മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനോട് പറയാൻ താല്പര്യമില്ലാത്ത മാതിരി, അതായത് അവരൊക്കെ ആരാണ് എന്നുള്ളൊരു മട്ടില്ല, അല്ലെങ്കിൽ അവരൊക്കെ പറ്റിയിട്ട് ഞാൻ എന്തിനു പറയണം എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ട് ചോദിക്കുന്ന സമയത്ത് സാമാന്യം മര്യാദയോട് കൂടിയിട്ട് നല്ല രീതിയിൽ, അതായത് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയാൻ താല്പര്യമില്ല, ആ ഒരു വിഷയം ഇവിടെ ചോദിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറയായിരുന്നു. അതായത് ഈ ഒരു വിഷയം ഈ ഒരു സിനിമയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷനുമായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും പറയുമായിരുന്നു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ഈ വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ഈ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഇന്നലെ നമ്മൾ കണ്ടു ഇടുക്കിയിൽ വെച്ച് നടന്ന പരിപാടിയിലെ ഇടയ്ക്ക് അത്രയും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് വേടന് ലഭിച്ചേക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കഞ്ചാവ് കേസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കേസുകളൊന്നും നമ്മൾ അനുകൂലിച്ചിട്ടില്ല. ആ ഒരു കേസ് ഞാൻ എപ്പോഴും പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ വേടൻ സ്വയം പറഞ്ഞതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല, അത് ഞാൻ തിരുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വേടന്റെ ആശയങ്ങളെ വേടൻ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതുമാണ്. അപ്പം
ഈ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഇന്ന് നടന്നൊരു വിഷയം വേടനുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കണ്ടുവെക്കാം. കാരണം പുതുതലമുറയ്ക്കിടയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്രത്തോളം വേടൻ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്കതൊന്ന് കണ്ടുവെക്കാം. ചേഞ്ച് ആക്കുന്നുണ്ടായിരിക്കും അല്ലെ? തീർച്ചയായും ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് എന്തോ ബാനർ ഉയർത്തി ഇളം പച്ച നിറം വേടൻ അഭിവാദ്യം. അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്. വേടൻ തുടരും. ഈ ആൾക്കൂട്ടത്തിൽ വീണ്ടും വേടന് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ്. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യൂത്തിന്റെ ഇടയിൽ എത്രത്തോളം സ്വാധീനമാണ് ചെലുത്തുന്നത് നമ്മുടെ വേടൻ എന്നുള്ള കാര്യമാണ്. വേടന്റെ പാട്ടുകൾ കേട്ട സമയത്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കവിതകളൊക്കെ ഇഷ്ടപ്പെടുന്ന കവിതകളൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും എഴുതുന്ന ഒരാളാണ്. എന്റെ കവിതകളൊക്കെ എഴുതുന്ന ഒരു സമയത്ത് അതൊക്കെ എഴുതിയൊരു ബ്ലോഗായിട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണെന്നറിയില്ല ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. അതായത് വേടന്റെ കവിതകൾ കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ആവുക. ആ ഒരു നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസിലൊക്കെ വരുന്ന സമയത്തുള്ള ഒരു സ്വാഗ് അതാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകുന്നു. അതിലെ വരികളാണെങ്കിലും നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് കുറേ അറിവുകൾ പകർന്നു തരുന്ന കാര്യങ്ങളാണ്. ഒരു കവിത എന്ന് പറയുന്നത് വെറും കവിതയല്ല, ആ ഒരു സ്വയം ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്തത് കൂടാതെ നമ്മുടെ സമൂഹത്തിലെ തലമുറയ്ക്ക് പുതിയ പുതിയ അറിവുകൾ നൽകാൻ വേണ്ടിയിട്ടും പുതിയ രാഷ്ട്രീയ ചിന്തകൾ അവർക്ക് ഉണർത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് വേടന്റെ കവിതകൾ എന്ന് പറയുന്നത്. റാപ്പ് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഈ ഒരു വേടന്റെ ഈ സംഭവവും കാര്യങ്ങളൊക്കെ അവർ ഉയർത്തിപ്പിടിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം, ഈ ജാസി ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ആ രീതിയിൽ ഒഴിഞ്ഞു മറന്നിട്ട് നമുക്ക് അത് കൂടി ഒന്ന് കണ്ടുനോക്കാം. അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി, അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി, ഇങ്ങനെ പാട്ടുകളെ മുഴുവൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏറ്റവും ജാസിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. കാരണം മാർഗരിയ ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മുടെ ഫതുകപ്പിലെ പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ്. അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും ചോദിക്കണം ചോദിക്കുന്നത്. ഈ ഓരോ സമയത്തും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ലാംഗ്വേജ് വൈസ് നോക്കുമ്പോൾ ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഡാൻസ് നമ്പേഴ്സ് കമ്പോസ് ചെയ്യാൻ കുറെ കൂടെ മെനക്കെടാണ്. കണ്ടന്റ് വൈസ് നമുക്ക് അതിനകത്ത് കുത്തിത്തിരിക പാടാണ്. ഇതിൽ പല സ്റ്റൈലിൽ പരീക്ഷിക്കുക എന്നുള്ളത് ഒരു എലമെന്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ലാംഗ്വേജിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിനകത്തായി പോകും. അത് കാരണം ഡാൻസ് നമ്പേഴ്സിന്റെ ഇത് ഒരു സിംഗിൾ സോങ്ങിലല്ല. ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവതാരിക പറയുന്നുണ്ട് അവസാനം എത്തിയപ്പോഴത്തേക്കും കാരണം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അല്ല, അവർ പിന്നീട് അത് ഭയങ്കരമായിട്ട് മാറ്റി വേറെ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അതിനുള്ളൊരു ഉത്തരം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതായത് പുതുതലമുറയായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അതിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ വേടന്റെയും ദബ്സിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിനോട് പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ അവതാരിക പറയുന്നു എനിക്കത് മനസ്സിലായി, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് താഴെ വന്ന കമന്റ്സുകളാണ് നോക്കുന്ന സമയത്ത് ഇവർക്കെതിരാണ്. കാരണം നമുക്കറിയാം അഹങ്കാരമാണ് ഇദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവൻ ഏതാണ് വലിയ ആണ് എന്തോ ആണെന്നുള്ള രീതിയിലാണ് അവൻ്റെ മറ്റിടത്തൊരു ഫോൺ വിളി എന്നൊക്കെ പറഞ്ഞിട്ട്. ജാസി എന്ന മനുഷ്യന് എതിർപ്പുണ്ടാകാൻ കാരണം അയാൾക്ക് ഇനി സ്റ്റേജ് കിട്ടാൻ പാടാണ്. ഇപ്പം വേടൻ ദബ്സി എക്സെട്ര, അതായത് ഇതൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. കാരണം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെക്കാളും നമുക്ക് കിട്ടേണ്ട പല സ്റ്റേജുകളും ഇവർ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, ഇവർക്ക് പണ്ട് ഭയങ്കര ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടാക്കിയ ഒരാളാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരാൾ. ആ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ വേടനെ പോലുള്ള ഒരാളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വേടൻ എങ്ങനെയാണോ വളർന്നു വന്നത് അതുപോലെ തന്നെയാണ് ജാസി ഗിഫ്റ്റ് ഒക്കെ വളർന്നു വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഉത്തരം പറയേണ്ടത് സത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും പറയും എന്നുള്ളത്. പക്ഷെ അതിന് പകരം ഒരു ഇൻസൾട്ട് ആക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് കമന്റ് ബോക്സിലെ ആൾക്കാർക്കാണെങ്കിലും ഒരു അഹങ്കാരം എന്നുള്ള രീതിയിൽ വേടനെ കുറച്ച് കണ്ടിട്ട് വേടൻ ഒന്നുമല്ല എന്നുള്ള രീതിയിലൊരു ഫീലാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയത്. അത് തന്നെയാണ് കമന്റ് ബോക്സിലും ആൾക്കാർ പറയുന്നത്. കാരണം എന്തൊക്കെ കേസുകൾ പിടിച്ചു കാര്യങ്ങളൊക്കെ അത് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിലും അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഈ കേസ് പിടിച്ച കാര്യങ്ങൾ പുലിക്കേസല്ല, നമ്മുടെ ഈ ഒരു ഡ്രഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അത് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുമാണ്. അപ്പം അത് ഒഴിച്ചു നിർത്തിയാൽ വേടൻ്റെ ആശയങ്ങൾ, വേടൻ്റെ കവിതകൾ, വേടൻ്റെ ആ ഒരു സംഭവമൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര യുണീക്കാണ്. ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരെയും എന്താ പറയുക നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
ഇന്നത്തെ തലമുറയെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് ഈ ജാസി ഗിഫ്റ്റൊക്കെ അതുപോലെ തന്നെ വളർന്നു വന്ന ഒരാളാണ്. അതായത് ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ശബ്ദം എന്നുള്ള രീതിയിൽ ഈ ദാസേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ്, എം ജി ശ്രീമാരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവരിൽ നിന്ന് യുണീക്കായ ശബ്ദത്തോടുകൂടി റാപ്പ് സംഗീതം പോലത്തെ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ഒരു ജാസി ഗിഫ്റ്റ് വന്നേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം എന്തായാലും എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ പേടിച്ചിട്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് പേടിച്ചിട്ട് എന്താ പറയുക അവിടെയല്ല ഇവിടെയില്ല എന്നുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം വേടനെതിരെ പറഞ്ഞാലും കമന്റ് ബോക്സിൽ തെറിവിളി കേൾക്കും, വേടന് വേണ്ടി പറഞ്ഞാലും ചില ആൾക്കാർ വന്ന് കമന്റ് വിളിക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. അപ്പം നമ്മൾ അനുകൂലിച്ച് പറഞ്ഞാലും എതിർത്ത് പറഞ്ഞാലും അതായത് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവരും അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊക്കെ. അതിനുള്ള ഉത്തരവ് അവരെന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. സാർ, ഇപ്പോൾ ഹൈവേ എന്നുള്ള സിനിമ അതുപോലെ തന്നെ ജോണി വാക്കർ എന്നുള്ള സിനിമ, സാർ ആ ഒരു സമയത്ത് ഈ ക്യാമ്പസുകളിലൊക്കെ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിനെ കുറിച്ചും കഞ്ചാവ് വ്യാപകമാകുന്നതിനെ കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയുടെ ഭാരവാഹിയും കൂടെ തിരിച്ചേട്ടൻ എന്തോ പറയാനുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് പെയിൻ തന്നെ നമുക്ക് ആ ലജ്ജാവതിയുടെ റാപ്പ് ഈ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, അതായത് സിനിമയിലെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു വഴിതിരിച്ചു വിടുന്ന രീതിയിൽ അതിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഇനി ചിലപ്പോൾ ഈ ഒരു കേസ് ചോദിച്ചിട്ട് വീണ്ടും വേടനിലേക്ക് തന്നെ എത്തുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെതായൊരു മാന്യതയായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ട് ആദ്യം ചോദിച്ച ചോദ്യത്തിന് തന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഇവരെല്ലാം ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലേ, ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് പാട്ട് പാടുന്ന ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് വേടനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ഉയർന്നു വരുന്ന ഇങ്ങനെയുള്ള റാപ്പേഴ്സിനൊന്നും ഇവർക്ക് കണ്ടുകൂടാത്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എം ജി ശ്രീകുമാറിനാണെങ്കിലും വേറെ നിക്കകലി ഇല്ലാതെ വന്നിട്ടാണ് ഇപ്പം മാറ്റി പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന ജാസി ഗിഫ്റ്റൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ആ രീതിയിലല്ല കാണുന്നത്. ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറുകയും ഒരു ഇൻസൾട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വേടന ഇങ്ങനെ, അതായത് വേടനോട് എന്താണ് ഇങ്ങനെയുള്ള ദേഷ്യം എന്ന് ചിന്തിച്ചാൽ നമുക്കറിയില്ല എന്തിനാണ് ഈ ഒരു രീതിയിൽ. കാരണം ഉയർന്നു വരണ സമയത്ത് നമുക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ വേടൻ്റെ ഉയർച്ചയിൽ ചിലപ്പം ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും വേടനെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ യുവജനങ്ങൾ മാത്രമല്ല, വലിയ അമ്മമാരടക്കം ഒരുപാട് അമ്മമാരും എൻ്റെ മോൻ എന്നും പറഞ്ഞിട്ടാണ് നടക്കണത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളടക്കം ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് വേടൻ ഇപ്പോഴും നിൽക്കുന്നത്. അത് എന്തായാലും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യും. കലാഭവമണിയൊക്കെ പണ്ട് നിന്നതുപോലെയാണ് ഇപ്പം വേടൻ നിൽക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും വേടൻ്റെ ആ ഒരു റാപ്പ് സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട്, കവിതകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.